അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷമുള്ള നൂർ ഫാത്തിമയുടെയും ഉസ്താദിൻ്റെയും ആദ്യത്തെ സംഗമം. പക്ഷേ അവർക്ക് കൂടുതൽ സന്തോഷിക്കുവാനുള്ള ഒഴിവില്ല. അതെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദ് പറഞ്ഞു, നൂർമോളെ, ഇന്ന് വൈകിട്ട് ഞാൻ പോവട്ടോ. ഉസ്താദെ, എന്നെ തനിച്ചാക്കി ഇനിയും പോവുകയാണോ? അതല്ല മോളെ, നിനക്കറിയാലോ, ഉപ്പാക്ക് ഞാനല്ലാതെ എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ഉപ്പാക്ക് നിങ്ങളല്ലാതെ മറ്റൊരു മകനില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ ഉപ്പാക്ക് ഞാനല്ലാതെ മറ്റൊരു മരുമകളും ഇല്ലല്ലോ. അതുകൊണ്ട് ഉപ്പയെ പരിപാലിക്കേണ്ട ചുമതല എനിക്കും ഉണ്ടല്ലോ. നൂർ ഫാത്തിമ, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയടി? അതെ നാഫിക്ക, ഞാനും വരുന്നു നാഫിക്കയുടെ കൂടെ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അത് അത്യാവശ്യം റിസ്ക് ഉള്ളതാണ്. അതുകൊണ്ടാണ്. നമുക്ക് മുർഷിദയെ വരുത്താം, അതായിരിക്കും നല്ലത്. നാഫിക്ക, വേണ്ട. അവളിപ്പോൾ 2 ദിവസമായില്ലേ എൻ്റെ അടുത്ത് ഇവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ അവൾ അവളുടെ വീട്ടിൽ നിന്നോട്ടെ, അതായിരിക്കും നല്ലത്. ഞാനായിട്ടിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം. നൂർ ഫാത്തിമ, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് നല്ലതല്ലടി. പിന്നെ ഉമ്മാക്കൊന്നും പറ്റില്ല. നമ്മളുടെ കുടുംബത്തിലാണെങ്കിൽ എനിക്ക് ശേഷം ഒരു കുഞ്ഞിവിടെ പിറന്നിട്ടില്ല. എല്ലാവരും ആറ്റുനോറ്റ് ആകാംക്ഷയോടെയാണ് ഈ ഒരു കുഞ്ഞിൻ്റെ ജനനം കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും വലിയ നിർബന്ധവുമാണ്. നാഫിക്ക, അതൊക്കെ തോന്നലാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്താണിപ്പോൾ ഇവിടെയായാലും എവിടെയായാലും എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത്രക്കും സേഫ്റ്റി ആയ സ്ഥലത്താണ് നിൽക്കുന്നത്. പിന്നെ അള്ളാഹുവിൻ്റെ കാവലില്ലേ, അതുണ്ടായ പിന്നെ എന്തുണ്ടായിട്ടും നമ്മൾ കുറേ കരുതണമെന്നില്ല. പടച്ചവൻ കാവലുണ്ടായി കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും നമ്മുടെ കുഞ്ഞിന് സംഭവിക്കില്ല. അവർ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നൂർ ഫാത്തിമ പറഞ്ഞു, നാഫിക്ക, ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല ഉച്ചയ്ക്കുള്ള. അതൊന്നും സാരല്ല എൻ്റെ പെണ്ണേ, അതൊക്കെ നമുക്ക് ഒന്ന് ഓർഡർ ചെയ്താൽ എത്ര പെട്ടെന്ന് ഇവിടെ എത്തും. നാഫിക്ക, അത് സാരല്ല. നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി വേണോ, അതോ മജ്ബൂസ് വേണോ, മന്തി വേണോ, ഫ്രൈഡ് റൈസ് വേണോ, എന്താ വേണ്ടത്? സദ്യ വേണോ? എന്ത് വേണമെങ്കിലും കിട്ടുമല്ലോ. എല്ലാം ഒരു വിരൽത്തുമ്പിലുണ്ടല്ലോ. നാഫിക്ക, ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കായിരുന്നു. അത്രയല്ല അതിന് ടൈം എടുക്കുള്ളൂ. ചോറും കറിയും എന്തെങ്കിലും ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ പോരെ. എൻ്റെ നൂർ ഫാത്തിമ, ഇന്ന് നീ കഷ്ടപ്പെടണ്ട. ഇന്ന് നിനക്ക് ഫ്രീ ആണ്. അപ്പോൾ എന്താ നിനക്ക് വേണ്ടത്? ഫ്രൈഡ് റൈസോ മന്തി, എന്താ വേണ്ടത്? നാഫിക്ക, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് മതി എനിക്കും. നിങ്ങളുടെ ഇഷ്ടം അതല്ല, ഇന്ന് നിൻ്റെ ഇഷ്ടമാണ്. നിനക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് നീ പറയണം. നാഫിക്ക, അങ്ങനെയാണെങ്കിൽ എനിക്ക് മന്തിയാണ് ഇഷ്ടം. ഓഹോ, എന്ത് മന്തിയാണ് വേണ്ടത്? ചിക്കന് വേണോ, ബീഫ് വേണോ, എന്താ വേണ്ടത്? ചിക്കൻ മന്തി മതി. ഓക്കേ, ഉസ്താദ് അതാ ഓർഡർ ചെയ്യുന്നു. എത്ര എണ്ണം വേണം? പഠിച്ച റബ്ബേ, ഒന്നെന്നെ അത്യാവശ്യം ഉണ്ടാവും. പിന്നെന്താ, ഡ്രിങ്ക് വല്ലതും എന്താ വേണ്ടത്? ഈ ഒരു ഗർഭാവസ്ഥയിൽ അങ്ങനെ ഇങ്ങനെയുള്ള വെള്ളം കുടിക്കാതിരിക്കുകയാണ് നല്ലത്. അതിന് പകരം കുറച്ച് ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ടോ? ആ, ഫ്രൂട്ട്സ് ഫ്രിഡ്ജിലുണ്ട്. എന്നാൽ നിനക്ക് സ്പെഷ്യലായിട്ട് ഞാനൊരു പഴം ഓർഡർ ചെയ്യാം. നിനക്കത് ഇഷ്ടമാണോ? അതെന്താ, ഡ്രാഗൺ ഫ്രൂട്ട്? അത് ചില ആളുകൾക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും വേണ്ടിയില്ല. ഉസ്താദ് കുറച്ച് ഫ്രൂട്ട്സും ഫുഡുമെല്ലാം അതാ ഓർഡർ ചെയ്യുന്നു. അപ്പോഴേക്കും നൂർ ഫാത്തിമ അവിടെയെല്ലാം അടിച്ചു വാരി തുടക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അവൾ മോപ്പുമായി വന്നപ്പോൾ ഉസ്താദ് അത് വാങ്ങി. എൻ്റെ പെണ്ണേ, ഇതൊന്നും ഇപ്പം നീ എടുക്കണ്ട, ഇതൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ആ മോപ്പ് വാങ്ങിയിട്ട് ഉസ്താദ് തുടക്കുകയാണ്. നാഫിക്ക, അതിനൊന്നും കുഴപ്പമില്ല. ചില ആളുകൾ ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയൊരു അസുഖം പോലെയാണ് നിൽക്കുന്നത്. അങ്ങനെയൊന്നല്ല, നമ്മൾ നല്ല രീതിയിൽ പണിയൊക്കെ എടുക്കണം. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടല്ലേ, ഇപ്പോൾ ദാ 5 ആയിട്ടുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞ് ഒരു 8-9 മാസത്തിലൊക്കെ നന്നായി പണിയെടുത്തോണ്ടി.
അതുവരേക്കും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ എടുത്തു തരും. ഉമ്മയും നിന്നെ സമ്മതിക്കാറില്ലല്ലോ ഈ പണിക്കൊന്നും. ഉമ്മയോട് ഞാൻ പലവട്ടം പറയാറുണ്ട്. പക്ഷെ ഞാനത് തുടക്കാനൊക്കെ വേണ്ടി കൊണ്ടുവരുമ്പോൾ അപ്പോഴേക്കും ഉമ്മ വാങ്ങും. നാഫിക്ക, ഇതൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ സാധാരണ ഒരു അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ തലമുറയ്ക്ക് അത് ഒരു വലിയ വേറെന്തോ ഒരു പ്രശ്നമാക്കി വെച്ചേക്കാണ്. എന്തൊരു അസുഖം പോലെ. അങ്ങനത്തെ ഒരു ഇതുമില്ല. ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ശരീരമൊക്കെ നല്ല അയേണ്ട ടൈമാണ്. നാഫി ഉസ്താദ് ആ നിലമൊക്കെ തുടക്കുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നൂർ ഫാത്തിമക്ക് നല്ല സങ്കടമായി. വേണ്ട നാഫിക്ക, ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് അത് മോശമാണ്. എന്ത് പെണ്ണേ മോശം? നിനക്കറിയില്ലേ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ സഹായിക്കാറുണ്ടായിരുന്നു. എന്ത് ജോലി നമുക്ക് ചെയ്യാലോ. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് പണിയൊന്നുമില്ല. ഇതൊക്കെ ആണുങ്ങൾക്കും ചെയ്യാം. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ നമ്മളൊക്കെ സഹായിക്കണില്ലേ ഒരു കുറവുള്ളത്? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്തെടുക്കണം. അതാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു ജീവിതം ഉണ്ടാകുക. മറ്റേത് ഒരാൾ മാത്രം, ഭാര്യ മാത്രം പണിയെടുക്കട്ടെ, ഞാനിവിടെ കസാരയിൽ ചാരിയിരുന്ന് ഫുഡും കഴിച്ചിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ നടക്കൂല. ഭാര്യമാർക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യണം. എന്നാലല്ലേ നിനക്ക് എന്നോട് തിരിച്ചും സ്നേഹം ഉണ്ടാവുള്ളൂ. നാഫിക്ക, അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാനങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല. ഞാൻ വെറുതെ പറയുകയാണ് പെണ്ണെ. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നിന്നെക്കൊണ്ട് ഭാരമുള്ള പണിയൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നാഫിക്ക, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആ തെറ്റിദ്ധാരണ തന്നെ ആദ്യം മാറ്റണം. അല്ല, ഹോസ്പിറ്റലിൽ പോകാനായില്ലേ? നമ്മോട് കുറച്ച് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാനൊക്കെ വരാൻ പറഞ്ഞതല്ലേ? നാഫി ഉസ്താദേ, അത് എന്തായാലും അവർ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കും. പിന്നെ സ്കാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാലേ അത് അത്ര നല്ലതൊന്നുമല്ല ശരീരത്തിന്. അതിങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ആ കുഞ്ഞിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവർക്ക് കിട്ടും. അവർ നമ്മുടെ ടെൻഷനാക്കുന്ന ഓരോ വിവരങ്ങൾ പറയും. നമുക്കതിലേറെ ടെൻഷനാവും. അങ്ങനത്തെയൊക്കെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം പോകുന്നില്ല. നമ്മുടെ കുഞ്ഞ് അങ്ങനെ വളരട്ടെ. അള്ളാഹു ഉണ്ട് അവൻ്റെ സംരക്ഷണത്തിന്. ഡോക്ടർമാർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ. അവർക്ക് എന്ത് തന്നെ കുഴപ്പമുള്ള കുട്ടികളാണെങ്കിലും അത് ഇല്ലാതാക്കാൻ കഴിയൂലല്ലോ. ഇല്ല. പിന്നെ ഇപ്പം എന്തിനാണ് നമ്മൾ വെറുതെ സ്കാനിങ്ങും അതും ഇതും പോയി എടുത്ത് മരുന്നൊക്കെ കഴിച്ച് ഇതാക്കണ്? അതൊക്കെ പടച്ച റബ്ബിൻ്റെ സമയമാകുമ്പോൾ ഒക്കെ നല്ല കറക്റ്റ് രീതിയിൽ തരും. നമ്മൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. ആയിക്കോട്ടെ, നിൻ്റെ ആത്മവിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എൻ്റെ നൂർ ഫാത്തിമ. നീ ആള് തിരക്കേടില്ലല്ലോ. പറയുമ്പോൾ നീ ഒരു നേഴ്സല്ല പെണ്ണേ. BSc നേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ച് അറിയണതാണ്. ഉസ്താദെ, നേഴ്സായാലും എന്തൊക്കെ തന്നെയായാലും ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനതിനൊന്നും പോവാത്തതും. അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോഴേ. അല്ലെങ്കിൽ ഇപ്പോൾ പഴയ ആൾക്കാരൊക്കെ കുറേ ഹോസ്പിറ്റലിൽ പോയിട്ടാ. എൻ്റെ നൂർ ഫാത്തിമ, അതൊക്കെ ശരി തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടുകാരെ പറയാം, എന്താ അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നത്, എന്താ ആ ഉമ്മ അതിന് സമ്മതിക്കാതിരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവും. നാഫി ഉസ്താദേ, നിങ്ങൾക്ക് പേടിയുണ്ടോ അങ്ങനെയൊക്കെ ആകുന്നതിൽ? എനിക്കെന്നാൽ പേടിയില്ല. എന്തൊക്കെ തന്നെയാലും പടച്ചവൻ എന്താണ് വിചാരിക്കുന്നത് അത് നമുക്ക് ലഭിക്കുള്ളൂ. നമ്മുടെ കുഞ്ഞിനെ അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നൽകുക തന്നെ ചെയ്യും. നൂർ ഫാത്തിമ, എന്തായാലും നിനക്ക് വിശ്വാസമുണ്ട് എല്ലാത്തിലും. അത് മതി. നിൻ്റെ ആത്മവിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴതാ അവർ ഓർഡർ ചെയ്ത ഫുഡ് എത്തുന്നു. കോളിംഗ് ബെൽ അമർന്നു. ഉസ്താദ് ഫുഡ് പോയി വാങ്ങി. നൂർമോളെ, എന്നാൽ കുളിച്ച് ഫ്രഷായി വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. നൂർ ഫാത്തിമ ഫ്രഷായി വന്നപ്പോഴേക്കും ഉസ്താദ് പ്ലേറ്റ്സ് എടുത്ത് അതെല്ലാം വിളമ്പി. നാഫിക്ക, നിങ്ങൾ വിളമ്പലും കഴിച്ചോ? അതിനെന്താ, നമുക്ക് 2 പേർക്കും ഒരേ പ്ലേറ്റിൽ നിന്ന് തിന്നാൽ മതി കേട്ടോ. അങ്ങനെയാകുമ്പോഴാണ് ബർക്കത്ത് ഉണ്ടാകുക. എന്തിനാ സെപ്പറേറ്റ് പ്ലേറ്റിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെയാണ് കഴിക്കേണ്ടത്. അറബികളായി കണ്ടിട്ടില്ലേ, ഒരു വലിയ തളികയിൽ ഫുഡ് ഇട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നത്. ഉസ്താദ് ഒരു പ്ലേറ്റിലേക്ക് മന്തി വിളമ്പുന്നു. നൂർമോളെ, ആദ്യത്തെ ഒരു ഉരുള ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൈകൊണ്ട് നിൻ്റെ വായിലേക്ക്. അവൾക്ക് നാണം വന്നു. എന്തിനാ നാണിക്കുന്നത്?
ദാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഉസ്താദ് നൂർ ഫാത്തിമയുടെ വായിലേക്ക് ഫുഡ് വെച്ച് കൊടുക്കുന്നു. തിരിച്ച് നൂർ ഫാത്തിമയും ഉസ്താദിൻ്റെ വായിലേക്ക് ഫുഡ് കൊടുക്കുന്നു. അവർ രണ്ടുപേരും ഇതുവരെ ഒറ്റക്കായിട്ടേ ഇല്ല. എപ്പോഴും ഉമ്മയും ഉപ്പയുമൊക്കെ ആയിട്ട് ഉണ്ടാകും. ഇങ്ങനെയൊരു സാഹചര്യം അവർക്ക് ആദ്യമായാണ് കിട്ടുന്നത്. പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്കും നൂർ ഫാത്തിമയ്ക്ക് വിഷമം വരികയാണ്. ഫുഡ് കഴിച്ച് അവരതാ രണ്ടുപേരും ഡൈനിങ് ഹാളിൽ ആ സോഫയിലിരുന്ന് ഓരോ കഥകൾ പറയുകയാണ്. നാഫി ഉസ്താദിനോട് അവൾ പറഞ്ഞു, നാഫിക്ക, അത് വൈകുന്നേരം എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. എന്തിന്? അതെ, ഞാനും വരട്ടെ കേട്ടോ. പൊന്നു മോളെ, നിന്നെ കൊണ്ടുപോകുന്നതായിരുന്നു എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എപ്പോഴും നിൻ്റെ കൂടെ ജീവിക്കണമെന്നുള്ള ഇഷ്ടം. ഇവിടെയായാലും എവിടെയൊക്കെ തന്നെയായാലും എൻ്റെ കൂടെ നീ ഉണ്ടാകണം. അതാണ് എനിക്കിഷ്ടം. പക്ഷേ ഹോസ്പിറ്റലിലായിപ്പോയില്ലേ നാഫിക്ക, അതൊന്നും സാരമില്ല. എന്തിട്ട് ചെയ്യുക? ഉമ്മ അറിഞ്ഞാലേ ചീത്ത പറയൂട്ടോ. ഉമ്മക്കൊന്നും ഇഷ്ടമല്ല. നാഫിക്ക, അത് ഇനിയും ആ മുർഷിദയെ ബുദ്ധിമുട്ടിക്കണോ? രാത്രിയാണെങ്കിൽ അവിടെ ആളില്ലാഞ്ഞാലും പറ്റൂല. എൻ്റെ നൂർമോള് വന്നിട്ട് എന്തിനാ അവിടെ നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്നല്ല. പിന്നെ ICUയിൽ ഇങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കാൻ എനിക്ക് പറ്റുമോ? പിന്നെ റൂമിൽ പോയി കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ കിടക്കുമോ? ഇല്ല, നീ അവിടെയൊക്കെ തന്നെ നിൽക്കും. അതുകൊണ്ട് രാത്രി ഇങ്ങനെ ഉറക്കമൊഴിക്കണോ? നല്ലതല്ലടി, അതുകൊണ്ടല്ലേ. നൂർ ഫാത്തിമയുടെ നിർബന്ധത്തിന് വഴങ്ങി ഉസ്താദ് അവളോട് മാറ്റാൻ വേണ്ടി പറയുന്നു. എന്നാൽ നീ ഡ്രസ്സ് ചേഞ്ചാക്കി നൂർ ഫാത്തിമ. അത് കേട്ട് അവൾക്ക് വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ അന്ന് വൈകുന്നേരമായപ്പോൾ ഉസ്താദും നൂർ ഫാത്തിമയും കാറിൽ കയറുന്നു. 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടന്ന് അവർ ഉള്ളിലേക്കെത്തി. ഹോസ്പിറ്റലിലെ വാതിലിന് മുമ്പിൽ നൂർ ഫാത്തിമയെ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് വരാട്ടോ, നീ ഇവിടെ നിൽക്ക്. നൂർ ഫാത്തിമ അവിടെ നിൽക്കുകയാണ്. ഉസ്താദ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് തൻ്റെ മുമ്പിലൂടെ ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ട് ഷൂ ഒക്കെ ധരിച്ച ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് മിന്നിമറയുന്നു. നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി. പടച്ച റബ്ബേ, ഇയാൾ ഇവിടെയും എത്തിയോ വീണ്ടും? എന്താ ഇത് സംഭവിക്കുന്നത്? എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉള്ളതുപോലെ എനിക്കാകെ പേടിയാകുന്നു. അതിലേറ്റവും നൂർ ഫാത്തിമ ഭയന്നത് മറ്റൊന്നിനെയുമല്ല, തൻ്റെ ഇക്കാക്ക് വല്ലതും സമ്മതിക്കുമോ, തൻ്റെ ഇക്കയെ അപായപ്പെടുത്തുമോ എന്നുള്ള ഭയമായിരുന്നു. അതെ, തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിനും മടിക്കാത്തതാണ് അയാൾ. അപ്പോൾ ഒന്നിനും മടിക്കില്ല. എൻ്റെ ഇക്ക പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. ഒരു നിമിഷം നൂർ ഫാത്തിമ ഫോണെടുത്ത് വിളിക്കുന്നു. ഇക്ക, പാർക്ക് ചെയ്തില്ലേ? ആ, പാർക്ക് ചെയ്ത്. എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോഴേ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വരുന്നു. വരുന്നു, നീ അവിടെ നിൽക്ക്. നാഫി ഉസ്താദ് പെട്ടെന്ന് വരുന്നുണ്ട്. പഠിച്ചവനെ, എനിക്ക് പേടിയാണിപ്പോൾ, ബേജാറാണ്. എന്താ അറിയില്ല, എനിക്ക് മരിക്കാൻ ഭയമില്ല. എനിക്കിനിയിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ നാഫിക്കാക്ക് എൻ്റെ കാരണം കൊണ്ട് ഒന്നും പറ്റരുത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പടച്ച റബ്ബേ, നീ കാക്കണേ. അയാളുടെ ആ ഒരു രൂപം കാണുമ്പോഴേ എനിക്ക് പേടിയാണ്. നൂർമോളെ, എന്താ പേടിയായി? അപ്പോഴേക്കും നാഫി ഉസ്താദ് വരുന്നു. നാഫിക്ക, അതൊന്നുമല്ല. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ആൾ ഇന്നും ഇതിലെ പോയി. എൻ്റെ പെണ്ണെ, ഹോസ്പിറ്റലിൽ അങ്ങനെ എത്ര ആളുകളുണ്ടാവും? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലേ നമ്മളുടേത് മാത്രമായിട്ടില്ലല്ലോ. പിന്നെ അതിൻ്റെ മുതലാളിമാരുണ്ടാവും, പാർട്ട്ണർ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ പേടിച്ചു കൊണ്ട് നിന്നാലോ? അയാളാണ് തൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നത് എന്ന കാര്യം ഒരിക്കലും ഉറപ്പിക്കാനും വയ്യ. കാരണം പല പല നമ്പറിൽ നിന്നാണ് അയാൾ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും. അതുകൊണ്ട് തന്നെ ശരിയായ ഒരു തെളിവുമില്ല. നാഫി ഉസ്താദും നൂർ ഫാത്തിമയും നേരെ ICUവിൻ്റെ മുന്നിലേക്ക് പോകുന്നു. നൂർ ഫാത്തിമയെ കണ്ട ഉമ്മ അന്തം വിട്ടു. അല്ല മോൾ എന്തിനാ പോകുന്നത് ഈ ഒരു അവസ്ഥയിൽ? ഉമ്മ, കുഴപ്പമില്ല, പിന്നെ മുർഷിദയോടൊന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാനും ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നു മോളെ, ഹോസ്പിറ്റലിലാണ്, പല രോഗികളും പല രോഗാണുക്കളുള്ള സ്ഥലമാണ്. ഈ ഒരു അവസ്ഥയിൽ എൻ്റെ മോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിനേക്കാളും നല്ലത് പുറത്തൊരു റൂമെടുത്ത് നിൽക്കുകയായിരുന്നു. അതായിരിക്കും നല്ലത്. ഉമ്മ, അതൊന്നും കുഴപ്പമില്ല മോളെ, നീ അങ്ങനെ പറയും. പക്ഷേ നമ്മൾക്കാണ് പേടി. നമുക്കിത് പേടിയുള്ള സംഭവമാണേ. ഉമ്മ, ഉപ്പാക്ക് എങ്ങനെയുണ്ട്? ഉപ്പാൻ്റെ ഒരവസ്ഥ അങ്ങനെ പോകുന്നുണ്ട്.
ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിണ്ടും പറയും, ചിലപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെയാണ്. എന്തായാലും ദ്വാ ചെയ്യ്, പെട്ടെന്ന് അസുഖം മാറാൻ വേണ്ടിയിട്ട്. ആ പിന്നെ നാഫിമോനെ, ഇവിടെ വാ. എന്തോ ഉമ്മ? അത് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉപ്പാൻ്റെ സ്നേഹിതനാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്താവശ്യത്തിന് വിളിക്കാൻ വേണ്ടി ഒരാൾ വന്നിരുന്നോന്ന്. അയാൾ ഇന്നും വന്ന് നോക്കി, നിന്നെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു മോന് വീട്ടിലേക്ക് പോയതാണ്, അവൻ്റെ വൈഫ് അവിടെ ഒറ്റക്കാണ് എന്നൊക്കെ പറഞ്ഞു. അയാൾ വീണ്ടും പറഞ്ഞു എന്താവശ്യത്തിനും വേണമെങ്കിൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് വിളിക്കണം കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ICUക്ക് കിടന്ന് ഉപ്പാനൊക്കെ ഒന്ന് കണ്ടാൽ പോയത്. ഉപ്പാക്ക് ശരിക്കൊരു ഓർമ്മയുണ്ടെങ്കിൽ ചോദിച്ചു വെക്കാമായിരുന്നു ഇത് അതാരാണെന്നൊക്കെ. നാഫി ഉസ്താദ് മനാഫിനെ കാണാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ഉസ്താദിന് കഴിഞ്ഞില്ല. ഉമ്മ പറയുന്ന ഈ ആള് ആരായിരിക്കും? അല്ലാഹു ആലം, പടച്ച റബ്ബ് കാക്കട്ടെ. ഉപ്പയുടെ സ്നേഹിതനെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്ത് സഹായവും എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി, എല്ലാത്തിനും ഞാൻ റെഡിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ICUവിന്റെ പുറത്ത് നിൽക്കുകയാണ് നൂർ ഫാത്തിമയും ഉസ്താദും. പെട്ടെന്നതാ ആ നഴ്സ് ഓടി വരുന്നു. ഇക്ക. ഉസ്താദും നൂർ ഫാത്തിമയും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു. ആരാണ് തന്റെ ഉസ്താദിനെ ഇക്ക എന്ന് വിളിക്കുന്നത് എന്ന് ആലോചിച്ച് നൂർ ഫാത്തിമ തിരിഞ്ഞു നോക്കി. അതെ, അതൊരു നഴ്സാണ്. പരിചയമില്ലാത്ത ഒരു നഴ്സ് തന്റെ നാഫിക്കയെ ഇക്ക എന്ന് വിളിച്ചത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നൂർ ഫാത്തിമ പകച്ചുപോയി. അവൾ ഉസ്താദിന്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. ഉസ്താദ് അവളുടെ മുഖത്തേക്ക്. ഉസ്താദിനെ കണ്ടപാടെ നഴ്സ് പറഞ്ഞു ഞാൻ കരുതു ഇന്ന് വരില്ല എന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു വൈകുന്നേരം വരുന്ന്. ഞാൻ ചോദിച്ചിരുന്നു ഇന്ന് ഇക്ക വരില്ലേ എന്ന്. തന്റെ നാഫിക്കയുടെ അത്രക്ക് സ്വതന്ത്രമായി പെരുമാറുന്ന ആ നഴ്സിനെ കണ്ട് നൂർ ഫാത്തിമ ശരിക്കും ഞെട്ടുകയാണ്. പഠിച്ചോനെ, ഇതാരാ ഇത്രയധികം പരിചയമാവാന്? 2 ദിവസം ഇവിടെ നിന്നപ്പോഴേക്കും ഇത്രമാത്രം പരിചയസമ്പന്നനായോ? അതും വിളിക്കുന്നത് ഇക്കാന്നുമാണ്. ശരിക്കും പറഞ്ഞാൽ നൂർ ഫാത്തിമക്ക് ചെറിയ രീതിയിൽ ഒരു വിഷമം ഉണ്ടായി. എങ്കിലും പക്ഷെ അവളത് പുറത്ത് കാണിച്ചില്ല. നഴ്സ് അവളുടെ നേരെ വന്ന് ഇക്കയോട് ചോദിക്കുന്നു ഇതാരാണ്? ഇതെന്റെ വൈഫാണ്. മനസ്സിനുള്ളിൽ ഒരുപാട് പ്രയാസം തോന്നിയെങ്കിലും നൂർ ഫാത്തിമ ചിരി വരുത്തി അവളോട് പുഞ്ചിരിച്ചു. നഴ്സ് നൂർ ഫാത്തിമയോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു? ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല, നഴ്സായിരുന്നു. ഓഹോ, അപ്പോൾ നമ്മുടെ ഫീൽഡാണല്ലേ. നിങ്ങളെ ഹസ്ബൻഡ് വന്നന്ന് രാത്രി ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കമായിരുന്നു. ICUവിലെ യാത്രാക്ഷീണം കൊണ്ടൊക്കെ ആയിരിക്കും. ഞാൻ തട്ടി വിളിച്ച് ഉണർത്തി പിന്നെ സംസാരിച്ച് റെഡിയാക്കിയതാണ്. അല്ലെങ്കിൽ ICUവിൽ ഉറങ്ങിപ്പോണ രീതിയിലായിരുന്നു. നൂർ ഫാത്തിമയോട് നഴ്സ് അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ നൂർ ഫാത്തിമയ്ക്ക് എന്തൊക്കെയോ തോന്നി. പടച്ചോനെ, എന്തിപ്പോൾ ചെയ്യുക? നാഫി ഉസ്താദ് അത് കേട്ട് ശരിക്കും പേടിച്ചു പോയി. അവൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ആവോ? എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. അവൾ തന്നെയാണ് എന്നോട് സംസാരിക്കാനൊക്കെ ഇങ്ങോട്ട് വന്നത്. നൂർ ഫാത്തിമയോടും ഒരുപാട് വിവരങ്ങളൊക്കെ അവൾ ചോദിച്ചറിയുകയാണ്. നാഫിക്കയെ ഇക്ക എന്ന് വിളിച്ച് പിന്നാലെ പോകുന്നത് കാണുമ്പോൾ ശരിക്കും നൂർ ഫാത്തിമക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. പാവം എൻ്റെ നാഫിക്ക, അദ്ദേഹത്തിന് വിഷമായി തോന്നുന്നുണ്ട് അവളുടെ ആ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടിട്ട്. ഉമ്മയും നൂർ ഫാത്തിമയും അതാ റൂമിലേക്ക് പോകുന്നു. നാഫി ഉസ്താദ് അപ്പോൾ ഉപ്പയുടെ കൂടെ നിൽക്കുകയാണ്. കൂടെ ആ നഴ്സും കടന്നു ചെന്നു. ഇക്ക, ഞാൻ വിചാരിച്ചു ശരിക്കും നിങ്ങളൊന്നും വരില്ല എന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു വരുമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നാഫി ഉസ്താദ് ഒരു നിമിഷം, എന്തിനാണ് ഇപ്പോൾ ഇവൾക്ക് സമാധാനം? അതിന് ഞാൻ വരുന്നതിന് ശരിക്കും വല്ലാതെ മിസ്സായിട്ടോ. രാവിലെ പോയതേ, പിന്നെ രാവിലെ ഒന്ന് അന്വേഷിച്ചപ്പോൾ നിങ്ങൾ പോയിന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ, അപ്പോൾ രാത്രി എന്തായാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷമായി. മിണ്ടാനും പറയാനൊക്കെ ഇങ്ങനെ ഒരാളുണ്ടാകുമ്പോഴേ ഒരു രസമാണത്. ഈ ഡ്യൂട്ടി ടൈമും ടെൻഷനും എല്ലാം കൂടി ആകുമ്പോഴേ ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ഒരു നേരം പോക്കായിട്ട് എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. നൈറ്റ് ഡ്യൂട്ടി എനിക്കിവിടെ ICUവിലാണേ. അപ്പോൾ ഒന്നും മിണ്ടാത്തവരാകുമ്പോൾ ആകെ മൂഡ് ഓഫ് ആവും. പിന്നെ ഉറങ്ങാനും പറ്റില്ല, ഉറങ്ങിയാലും അത് പ്രശ്നമാണ്. അന്ന് ആ റൂമിൽ ഉമ്മ നൂർ ഫാത്തിമയോട് പറയുന്നു, നൂർ മോളെന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിച്ചിരുന്നോ?
ഉമ്മ ഫുഡൊന്ന് ഇക്ക ഓർഡർ ചെയ്തിരുന്നു. ആ പിന്നെ വെള്ളമൊക്കെ നല്ലോണം കുടിച്ചിട്ടോ, ഇനി അവിടെ പോയി നിൽക്കണ്ട, ഇവിടെ നിന്നോ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഉറങ്ങിക്കോണ്ടേ, അല്ലാതെ വീട്ടിൽ ഒറ്റക്കിട്ട് പോരാനും പറ്റൂലല്ലോ. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് മോളെ ഞാൻ നിന്നോട് വരണ്ടെന്ന് പറഞ്ഞത്. അല്ലാതെ മോളെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ICUലേക്ക് തന്നെ പോവാം. നാഫി ഇവിടെ നിന്നോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്നോളൂ, ഞാനവിടെ നിന്നോളാം. അത് വേണ്ടുമ്മ, നാഫിക്ക് അവിടെ നിന്നോട്ടെ. ഉമ്മ ഇതുവരെ നിൽക്കായിരുന്നില്ലേ, അത് കുഴപ്പമില്ലടേ. ഉമ്മ നിസ്കാരമെല്ലാം കഴിഞ്ഞ് അതാ ICUവിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നു. ICUവിൽ ഉസ്താദിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആ നേഴ്സ് ഇരിക്കുന്നുണ്ട്. ഉമ്മാക്കത് കണ്ടപ്പോൾ ശരിക്കും എന്തൊക്കെയോ ഒരു ഇത് തോന്നി. അല്ലെങ്കിലും ഇവളെന്തിനാ എത്ര തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ മോൻ്റെ അടുത്ത്? മോനെ, നാഫി മോനെ. ആ ഉമ്മ വന്നോ? മോനെ റൂമിലേക്ക് പോയിക്കോ, അവിടെ നൂർ ഫാത്തിമ ഒറ്റക്കല്ലേ, ചെല്ലേ മോൻ ചെല്ലേ, അതായിരിക്കും നല്ലത്, ഞാനിവിടെ നിന്നോളാം. അത് കേട്ട് ആ നേഴ്സിൻ്റെ മുഖം വാടി. എന്തോ ഉമ്മ, ഇവിടെ എപ്പോഴും നിൽക്കാൻ സേഫ്റ്റി ഏറ്റവും നല്ലത് ആണുങ്ങൾ തന്നെയല്ലേ. ഉമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുന്നില്ലേ. അത് കുഴപ്പമില്ല, ഇക്ക ഇവിടെ ഇരുന്നോട്ടെ, അതിനെന്താ. ഇക്കയാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. അതല്ല, അവൻ്റെ വൈഫ് അവിടെയുണ്ട്, അപ്പോൾ അവൾ പ്രഗ്നൻറ്റുമാണ്. എന്തൊക്കെ തന്നെയായാലും ഹസ്ബൻഡ് കൂടെ ഉണ്ടാകുന്നതല്ലേ എപ്പോഴും നല്ലത്. ഉമ്മ ഞാനിവിടെ നിന്നോളാം, കുഴപ്പമില്ല, ഞങ്ങൾ ഇപ്പോഴും വന്നിട്ടല്ലേ ഉള്ളൂ, ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നല്ലോ. അത് കേട്ടപ്പോൾ നഴ്സിന് സന്തോഷമായി. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഉമ്മാക്ക് എന്തത്ര ടെൻഷന്, ഉമ്മാക്ക് അവിടെ പോയി കിടന്നൂടൊന്ന്. പക്ഷേ അവൾ കൂടെ കൂടെ ഇക്ക ഇക്ക എന്നുള്ള ആ ഒരു വിളി വിളിച്ചിട്ട് ഉമ്മാക്കത് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. ഉമ്മ വിചാരിക്കുകയാണ്, പഠിച്ചോനെ ഇതിപ്പോൾ ശരിയാവില്ല, ഇതിപ്പോൾ ആ നൂർ ഫാത്തിമ എങ്ങാനും കാണാനിട വന്നാൽ അവൾക്ക് ടെൻഷനാവില്ലേ ഇത്. മോനെ നാഫി, മോനെ റൂമിലേക്ക് പോയിക്കോ, ഉമ്മ എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് മോനെ വിളിക്കാൻ വരാം കേട്ടോ. ഉമ്മ എന്തെങ്കിലും ഉപ്പാക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. അങ്ങനെ ഉമ്മയുടെ ഇഷ്ടപ്രകാരം അതാ ഉസ്താദ് നൂർ ഫാത്തിമ ഉള്ള റൂമിലേക്ക് പോകുന്നു. ഉസ്താദ് വാതിലിന് മുട്ടി. നൂർമോളെ, നൂർമോൾ. ഉസ്താദ് ഇറങ്ങിയതിന് പിന്നാലെ അതാ നേഴ്സും വരുന്നുണ്ട്. ഉസ്താദിന് ശരിക്കും ഭയമായി. ഇവളെന്താ അപ്പോഴേക്കും എൻ്റെ പിന്നാലെ ഇറങ്ങി ഓടിയത്? നൂർ ഫാത്തിമ വാതിൽ തുറന്നു. ഇക്ക പോന്നോ? ഇക്കാക്ക് അവിടെ നിന്നാൽ മതിയായിരുന്നോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, കുറച്ച് ഇവിടെ നിന്നിട്ടേ ഉമ്മാക്ക് ഉറക്കം വരുന്ന സമയമാകുമ്പോൾ ഞാൻ പോയിട്ട് അവിടെ ഇരുന്നോളാം, അതായിരിക്കും നല്ലത്. രണ്ടുപേർക്ക് നിൽക്കാനും പറ്റൂലല്ലോ. തൊട്ട് പിന്നാലെ വരുന്ന ആ നേഴ്സിനെ കണ്ട് നൂർ ഫാത്തിമ, സിസ്റ്റർ എന്താ ഇവിടെ? അത് ഇവിടെ ഒരു അടുത്ത റൂമത്തുള്ള പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് വന്നതാ. ഉസ്താദിന് ശരിക്കും മനസ്സിലായിരുന്നു, ഇല്ല അവൾ എൻ്റെ പിന്നാലെ അവൾ കൂടുകയാണ്, എന്താണ് ഉദ്ദേശം എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എപ്പോൾ നോക്കിയാലും എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് സംസാരിക്കുക, എനിക്ക് ചായ തരിക, എനിക്ക് പലഹാരങ്ങൾ തരിക, എൻ്റെ പിന്നാലെ നടക്കുക, അതാണ്. എന്താണ് ഇവളുടെ ഉദ്ദേശം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഉസ്താദ് നൂർ ഫാത്തിമയോട് പറഞ്ഞു, നൂർമോളെ ആ നേഴ്സ് എന്തോ ഒരു കുറവുണ്ട് തോന്നുന്നുണ്ട്, അറിയില്ല കേട്ടോ. അതിങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ട് എന്തൊക്കെ പറയേണ്ടത് എന്തൊക്കെ ഒന്നും അറിയുന്നില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളെ സ്വന്തക്കാരെ പോലെ കാണാണ് നാഫിക്ക. അല്ലെങ്കിൽ ചില നേഴ്സുമാർ അങ്ങനെ തന്നെയാണ്, അവർക്ക് എല്ലാം നമ്മളെ കുടുംബക്കാരെ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. അത് സാരല്ല, അതിനിപ്പോൾ എന്താ. നൂർമോളെ നിനക്ക് വിഷമാണില്ലേ അവൾ നിന്നെങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട്? ഇക്ക അതൊന്നും സാരല്ല, അതൊന്നും നമ്മൾ നെഗറ്റീവ് മൈൻഡിൽ എടുക്കാഞ്ഞാൽ മതി. നൂർമോളെ എനിക്ക് നീ ഉണ്ടാവുമ്പോൾ എന്തിനാണ് മറ്റൊരു പെണ്ണിൻ്റെ സഹായം? മറ്റൊരു പെണ്ണ് എനിക്കെന്തിനാ? എനിക്ക് എന്നും മരിക്കുവോളം എൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമ തന്നെ മാത്രം മതി. അത് പറഞ്ഞുകൊണ്ട് ഉസ്താദ് നൂർ ഫാത്തിമയുടെ നെറുകിൽ ചുംബിക്കുന്നു. നാഫിക്ക കുറച്ച് കഴിഞ്ഞാലേ ഉമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നോണ്ടിട്ടോ, അപ്പോൾ രാത്രി ഒരു 11 മണിക്ക് ശേഷം ഇക്ക പോയിക്കൊണ്ടിട്ടോ. ഉമ്മ ചിലപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാലൊക്കെ ഇനി ഉമ്മ ഇവിടെ നിന്നോട്ടെ, പാവല്ലേ. ആ മോളെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം ഇൻഷാ അല്ലാ. അന്ന് ഉസ്താദ് ICUവിലേക്ക് പോകുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഉസ്താദിന് എന്തൊക്കെയോ ഒരു ടെൻഷനാണ്. അതെ, മറ്റവൾ ആ നേഴ്സ് അവിടെ ഉണ്ടാകും, എന്നോട് എന്തൊക്കെയോ കൂടുതലായിട്ട് ഒരു പെരുമാറ്റവും കാര്യങ്ങളോ അവൾക്ക് എന്താണെന്നറിയില്ല, എന്താണ് ഉദ്ദേശം അതും മനസ്സിലാകുന്നില്ല. ഉസ്താദ് അവളെക്കുറിച്ച് ചിന്തിച്ചു.
നാഫിക്ക എന്തെങ്ങനെ ടെൻഷനായിരിക്കുന്നത്? ഒന്നുമില്ലടി, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അല്ല മറ്റുള്ള രീതിയിൽ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനാണല്ലോ. ആരാ ചിന്തിച്ചത്? അതല്ലേ ആ നേഴ്സിൻ്റെ പെരുമാറ്റം കുറച്ച് മോശമാണ്. അത് എനിക്ക് ഒരു പ്രയാസമുണ്ട്. അതൊന്നും സാരമില്ല നാഫിക്ക, ഹോസ്പിറ്റലല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും, കുറച്ച് ദിവസം കൂടെ അല്ലേ. നൂർ ഫാത്തിമ ഉസ്താദിനെ ആശ്വസിപ്പിച്ചു. നമ്മുടെ ഉപ്പാക്ക് വേണ്ടിയിട്ടല്ലേ, അത് സാരല്ല, അതവിടെ മൈൻഡ് ചെയ്യാന്നാൽ മതി. നൂർ ഫാത്തിമയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് ഉസ്താദ് അവിടെ കിടക്കുകയാണ്. അറിയാതെ ഉസ്താദ് അവളുടെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. സമയം 11 മണിയായിട്ടുണ്ട്. നാഫിക്ക നാഫിക്ക, ആ പടച്ചോരെ, ഞാൻ ഒരുപാട് ഉറങ്ങിയോ നാഫിക്ക? അത് ICUവിൽ പോകണ്ടേ? ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. നാഫി ഉസ്താദ് പെട്ടെന്ന് എണീറ്റ് മുഖം കഴുകി ഫ്രഷായി അതാ ICUവിലേക്ക് പുറപ്പെടുന്നു. നൂർമോളെ, ഉമ്മ വരുന്നിട്ട് വാതിൽ തുറന്നു കൊടുത്താൽ മതി, കുറ്റിയിട്ടോളൂ കേട്ടോ. ഉസ്താദ് അവിടെ നിന്നും ഇറങ്ങി. ഉസ്താദ് നേരെ ICUവിലേക്ക് പോയി. അതാ ഉമ്മ ശരിക്കും ഉറങ്ങി തൂങ്ങുന്ന പോലെ. ഉമ്മ ഉമ്മ പോയിക്കോളൂ റൂമിലേക്ക്, ഞാൻ കൊണ്ടാക്കി തരണോ? വേണ്ട മോനെ, ഞാൻ പോയിക്കോളാം. നാഫി ഉസ്താദ് അവിടെ ഇരുന്നത് കണ്ടതും അപ്പോഴതാ അവൾ കയറി വരുന്നു, ആ നേഴ്സ്. ഉപ്പയുടെ കട്ടിലിൻ്റെ അപ്പുറത്തായിട്ട് അവളതാ ഉസ്താദിന് നേരെയായിട്ട് ഇരിക്കുന്നു. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഉസ്താദിന് എന്തൊക്കെയോ ഒരു പ്രയാസം തോന്നുകയാണ്. അവളുടെ ഡ്രസ്സിങ് ആണെങ്കിൽ പറ്റിയ മോശമുള്ള രീതിയിലും കഴുത്തും കൈയും എല്ലാം കണ്ടുകൊണ്ട്, അതും അവൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പഠിച്ചോനെ, ഇതെല്ലാം കണ്ടുകൊണ്ട് നേരെ വെളുക്കുവോളം ഇവിടെ നിൽക്കണമല്ലോ എന്നാലോചിച്ചിട്ട് ഉസ്താദിന് ടെൻഷനായി. ഉസ്താദ് തിരിഞ്ഞ് മറ്റേ ഭാഗത്തേക്കിരുന്നു. എന്താ ഇക്ക? എന്താ ഇപ്പം തിരിഞ്ഞിരുന്നത്? എന്നെ കാണുന്നത് ഇത്ര മോശമാണോ? ഹേയ്, അത് ഉസ്താദ് പിന്നീടൊന്നും പറഞ്ഞില്ല, തല താഴ്ത്തിക്കൊണ്ടിരുന്നു. ഇക്ക, നിങ്ങൾ നല്ല മൊഞ്ചനാട്ടോ. നഴ്സിൻ്റെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ ഉസ്താദ് എന്ത് പറയണം എന്ന് ഒരു നിമിഷം ചിന്തിച്ചു. തന്നെ എന്തോ ഒരു കെണിയിൽ പെടുത്താൻ വേണ്ടി വന്നവളാണോ ഇവളെന്ന് വരെ ഉസ്താദ് ചിന്തിച്ചു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.